മെറ്റ്ന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചുരുക്കമായി പറഞ്ഞത്. നമ്മൾ സാൽവേഷന് 3 കാലങ്ങളുണ്ട് എന്ന് പറഞ്ഞു: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അതിൽ പാസ്റ്റ് ടെൻസിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞത്. പ്രസൻറ്റ് ടെൻസിൽ നമ്മളെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന കാര്യം പറഞ്ഞു. അതിനകത്ത് റോമർ 12-ന്റെ 1-2 വാക്യങ്ങൾ, ഫിലിപ്പിയർ 2-12 ഈ വാക്യങ്ങൾ ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അതെല്ലാം കാണുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സാൽവേഷന് വേണ്ടി പ്രവർത്തിക്കണം. ഇത് വലിയൊരു സബ്ജക്റ്റാണ്, സാൽവേഷന് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനായിട്ട് നമ്മൾ ഇടവരുത്തരുത്. പരിശുദ്ധാത്മാവ് എങ്ങനെ ദുഃഖിപ്പിക്കുന്നത്? നമ്മൾ പാപം ചെയ്യുമ്പോഴേ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്ന് നമ്മൾ മറന്നുപോകരുത്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ, ഇപ്പം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ ആ എല്ലാ ഹാബിറ്റിൽ നിന്നും പലപ്പോഴും നമ്മുടെ ഡെലിവറൻസ് വലിയ പാടാണ്. നേരത്തെ ചിന്തിച്ചാണ് എക്സ്ചേഞ്ച് ലൈഫ്. ഒരുവൻ ക്രിസ്തുവിലാൽ പുതിയ സൃഷ്ടിയാണ്. അതിലും ഒരു റീകൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയാണ്. പഴയതില്ല, റീപബ്ലിഷ് ചെയ്തു. എൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം മാറ്റി പുതിയ സോഫ്റ്റ്വെയർ ആയി. അതിനും പുതിയ സോഫ്റ്റ്വെയർ ആയപ്പം പഴയതിനകത്ത് എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അത് വൈറസായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് അതെല്ലാം നമ്മൾ കളയണം. എന്നാൽ ഈ കളയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വലിയൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കേണ്ടത്. അവിടെ ദൈവവചനം വ്യാപരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഞരങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഞരങ്ങാനായിട്ട് ഇടവരുത്തരുത്. അങ്ങനെ ഞരങ്ങി വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ആ പാപത്തിലേക്ക് പോയാൽ ആ സെൻസിറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെടും. അവിടെയാണ് പിശാച് വീണ്ടും വീണ്ടും അവൻ്റെ ലൈഫ് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട് ഈ കുഷ്ഠം അറിയാമല്ലോ എങ്ങനെയാണ്. കുഷ്ഠവും ഈ ലെപ്രസിയും പാപവും ഒക്കെ ഒരുമിച്ച് പലപ്പോഴും ചിത്രീകരിക്കുന്നുണ്ട്. അന്നേരം ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും കുഷ്ഠം ഇങ്ങനെ വന്ന് അതിൻ്റെ സെൻസിറ്റീവ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ലോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പാപത്തിൽ കണ്ടിന്യൂ ചെയ്ത് തുടരാനായിട്ട് ഇടവരും. ഇവിടെ പാപത്തിൽ കണ്ടിന്യൂ ചെയ്ത് ജീവിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത്? അത് പിശാചിൻ്റെ ഒരു ഗേറ്റ് വേ ആയി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ഗേറ്റ് വേ ആയി മാറുമ്പോഴേ പിശാച് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുമ്പോഴേ അവിടെ ചിലയിടത്തൊക്കെ കെട്ടുവരും. പ്ലീസ് കെട്ടുവരും. അവിടെയാണ് ഡെലിവറൻസിൻ്റെ ആവശ്യം വരുന്നത്. ഇവിടെ ഞാൻ ഇതെല്ലാം പറയുന്ന ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിടെയൊക്കെ ചില വിടുതൽ ആവശ്യമുണ്ട്. അതിന് വിശ്വാസികൾ പാപം ചെയ്യുമോ, വിശ്വാസികൾ പാപം ചെയ്ത് തുടരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. വിശ്വാസികൾക്ക് പാപം ചെയ്യാൻ തുടരാനും പറ്റും, ഒരു കുഴപ്പമില്ല. എന്നാൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ശരിക്കും രക്ഷ നഷ്ടപ്പെടില്ല. കാരണം രക്ഷ എവിടെയാണുള്ളത്? ആത്മാവിലാണുള്ളത്. എന്നാൽ ശരിയായിട്ട് ഗുണപ്പെട്ടവൻ, ശരിയായിട്ട് ദൈവവചനം അനുസരിക്കുകയും അതനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്ത വ്യക്തി വീണ്ടും പാപത്തിലേക്ക് വീഴത്തില്ല. ഞാൻ നേരത്തെ ഇത് ഏതൊക്കെയോ എപ്പിസോഡിൽ സൂചിപ്പിച്ചായിരുന്നു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ആടും പന്നിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ. ആടൊരു അഴുക്കിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറിയിട്ട് അതേതെങ്കിലും ഭിത്തിയോ അല്ലെങ്കിൽ മതിലോ ഉണ്ടല്ലോ ഉരച്ചിട്ട് അഴുക്ക് കളയാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ദേഹത്ത് അഴുക്കിരിക്കുന്നതിന് ഒട്ടും ഇഷ്ടമല്ല. പന്നിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അഴുക്കി കിടന്ന് ഉരുളാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് എപ്പോഴും അറിയാം, നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു രൂപാന്തരം, അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫർമേഷനാണ് ശരിക്കുമുള്ള രൂപാന്തരം. അതിന് ഞാൻ അങ്ങനെ കള്ളു കുടിക്കത്തില്ല, വേറെ ഒന്നിനും പോകത്തില്ല, ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ശരിയാണ്, പാപബോധം വരണം, ഞാൻ പാപിയാണെന്ന്. പാപബോധം വന്നതിന് ശേഷം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ചേഞ്ച്, വ്യത്യാസം വരും. നമുക്കറിയാം, എനിക്കൊരു ഡിസയർ വരും. എന്തിനാ? ദൈവവചനത്തോടുള്ള ഡിസയർ, പ്രാർത്ഥനയ്ക്കുള്ളൊരു ഡിസയർ, ആരാധന ചെയ്യാനുള്ള ഡിസയർ, ഇതെല്ലാം അതിനകത്ത് വരും, അഡീഷണലായിട്ട് വരുന്നതാണ്, നേരത്തെ ഉള്ളതല്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള ധ്യാനങ്ങൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ എല്ലാം തന്നെ കർത്താവിലുള്ള വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് തന്നങ്ങ് വളർന്നോളൂ എന്നല്ല,
എനിക്കൊരു റോളുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടു, പിന്നെ ദൈവം നോക്കിക്കോളും എൻ്റെ കാര്യമൊക്കെ, ഞാൻ അനങ്ങാതിരുന്നാൽ മതി എന്നുള്ളതല്ല. ശരിയാ, ദൈവം നോക്കും, എന്നാൽ നീ ചിലത് ചെയ്യണം. നീ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പാപത്തിൽ തുടർന്നാൽ അതിനുള്ള റിവാർഡും പണിഷ്മെൻറ്റും ഒക്കെ ദൈവം തരും. എല്ലാം തന്നോളും, പേടിക്കണ്ട, എല്ലാം തന്നോളും. റിവാർഡും തരും, പണിഷ്മെൻറ്റും തരും. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കണം, വർക്കിംഗ് ഔട്ട് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. വിശുദ്ധീകരണം ദൈവമാണ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗം നമ്മളെടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ റോമൻസിൻ്റെ സ്റ്റഡിയിൽ നമ്മൾ പറഞ്ഞതാണ്. റോമൻസിൻ്റെ സ്റ്റഡിയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞാണ് ചുട്ട് സമർപ്പിക്കേണ്ട ആവശ്യം. നമ്മൾ ഈ വിശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ റോമൻസിൻ്റെ സ്റ്റഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പിസോഡ് 339, 340, 341, 342 ഈ എപ്പിസോഡുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പഴയ പാപസ്വഭാവം പലപ്പോഴും തലപൊക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സിൻ നേച്ചർ നമ്മുടെ ബോഡിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെപ്പോഴും ബോൺ അഗെയിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ചില റിമൈൻസ്, അവശിഷ്ടങ്ങൾ അവിടെ കാണും. എന്നുവെച്ചാൽ പഴയ മനുഷ്യൻ്റെ ചില ബാക്കി പത്രം. ഉദാഹരണം പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതും പുറത്ത് വന്നിരിക്കുന്നതും രണ്ടും രണ്ടാണ്. അറിയാം, മനസ്സിലായല്ലോ. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന എന്ന് പറഞ്ഞാൽ പാപത്തിലങ്ങ് ആണ്ട് കിടക്കുകയാണ്. അതെന്ന് പറയുന്നത് ദ റെലം ഓഫ് ഫ്ലഷ്, അതിലങ്ങ് മുങ്ങിക്കിടക്കുക, അത് രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമാണ്. എന്നാൽ പുറത്ത് വന്ന് കരയിലിരിപ്പുണ്ട്. കരയിലിരിക്കുമ്പോൾ കുറേ വെള്ളമൊക്കെ ശരീരത്തിൽ കാണും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ചില അവശിഷ്ടങ്ങളുണ്ട്, ബോണഗെയിനായിട്ടുള്ളവരുടെ ചില അവശിഷ്ടങ്ങളുണ്ട്. എന്നാൽ ഇത് നമ്മൾ മുഴുവൻ മാറ്റിക്കളയണം. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം അത് നമുക്കറിയാം, ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ശരീരം വീണ്ടെടുക്കപ്പെടാത്തതുകൊണ്ട് ആത്മാവ്, വീണ്ടെടുത്ത ആത്മാവിനെ വീണ്ടെടുക്കപ്പെടാത്തൊരു ശരീരത്തിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുകയാണ്. അത് ഈ ശരീരത്തിലൂടെ തന്നെ പിശാച് വേണ്ട രീതിയിൽ എപ്പോഴും ഈ സിന്ന് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഒരു ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പിശാച് ഈ സിന്ന് ഇഞ്ചക്ട് ചെയ്യുമ്പം അതിന് റെസിസ്റ്റൻസ് ആവും. ആൻറ്റിബോഡീസ് പോലെ നമ്മളത് റെസിസ്റ്റൻസ് കൊണ്ടുവരും. അതിനെതിരായിട്ട് ഇങ്ങനെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പുറത്തുനിന്ന് പിശാച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് ആത്മാവ് തിരിച്ചിടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ കുത്തൽ ആത്മാവിൻ്റെ ശക്തിയേക്കായും കൂടുതലായി കഴിഞ്ഞാൽ, എന്നാൽ ആത്മാവാണ് പവർഫുൾ ശക്തിയുള്ളത്, ഒക്കെ ശരിയാണ്. എന്നാൽ നമുക്ക് വേണ്ട രീതിയിൽ ആത്മാവിനെ നമ്മൾ ബലപ്പെടുത്താതെ, ആത്മാവിന് വേണ്ട ആഹാരങ്ങൾ കൊടുക്കാതെ, എന്ന് വെച്ചാൽ ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഉപവാസം, പ്രാർത്ഥന, ഇതൊക്കെ കൊടുത്ത് ആത്മാവിനെ ഇങ്ങനെ ബലപ്പെടുത്തി നിർത്താതെ, ഇതെല്ലാം ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശക്തി ഇങ്ങനെ കെട്ട് പോയി പിശാച് ഇങ്ങനെ ഓരോന്ന് പമ്പ് ചെയ്ത് ഉള്ളിൽ കയറിയിട്ട് നമ്മൾ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ പാപത്തെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. പാപത്തെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ പാപം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങും. തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സ് വീണ്ടും പഴയതുപോലെ കുരുടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ പറയും, ദൈവത്തിൻ്റെ കൃപയിലാണ് ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും പാപം ചെയ്യാനായിട്ട് വരും. നമ്മുടെ വിശ്വാസം വർക്ക് ചെയ്യേണ്ടത് ആ പോയിന്റിലാണ്. നമ്മൾ വിശ്വാസം പറഞ്ഞുകൊണ്ടേയിരിക്കണം. കർത്താവിൽ ഞാൻ സെക്യൂറാണ്, കർത്താവ് എന്നെ വിടുവിക്കും, കർത്താവിൻ്റെ ശക്തി. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ആത്മീയ ഭക്ഷണങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞു, ഒന്ന്, ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ, നമ്മളെ നീതീകരിച്ചു. രണ്ടാമത്, ഫ്രം ദ പവർ ഓഫ് സിൻ, അതാണ് നമ്മളിപ്പോൾ ഉള്ളത്, നമ്മുടെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ, ഒരിക്കൽ ദൈവം നമ്മളെ അവൻ്റെ ഈ പ്രസൻസിൽ തന്നെ മാറ്റും. എന്ന് വെച്ചാൽ നമുക്കൊരു ഗ്ലോറിഫൈഡ് ബോഡി, നമുക്ക് മൗത്തീകരണത്തിൽ നമുക്ക് മൗത്തീകരിക്കപ്പെട്ട ഒരു ശരീരം തരും. അന്നേരം നമ്മുടെ രൂപാന്തരം അങ്ങനെയാണ് 3 ടെൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. വി ആർ സേവ്ഡ്, വി ആർ കണ്ടിന്യൂസ്ലി സേവിങ്, വി വിൽ ബി സേവ്ഡ് എന്ന് പറഞ്ഞ് 3 ടെൻസ്. അന്നേരം ഈ സകല സൃഷ്ടിയും ഈറ്റിനോടുകൂടി കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ്റെ രൂപാന്തരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിശാച് പലതും ഇൻജെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ വിശ്വാസം കെടുത്തി
രോഗം വരുത്തി, മാനസിക പീഡ വരുത്തി, ദൈവത്തെ തള്ളിപ്പറയാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവൻ അതിനകത്ത് ഭയങ്കര ഫെയ്ത്ത്ഫുള്ളാണ്. അവൻ അറക്കുകയും മുടിക്കുകയും എങ്ങനെ നശിപ്പിക്കാനായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇത് കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴും നടക്കുന്ന കേരളത്തിന് പുറത്തുമൊക്കെ നടക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള പെർവേർഷൻസാണ് നടക്കുന്നത്. ഡ്രഗ് അഡിക്ഷൻസ്, വൈസസ്, പിന്നെ നിയമത്തിനകത്ത് കയറി ലൂപ്പുകളുണ്ടാക്കി അതെല്ലാം ലീഗലൈസ് ചെയ്ത് ഏതൊക്കെ രീതിയിൽ ദൈവവചനത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ദൈവപ്രമാണത്തിനെതിരായിട്ട് പ്രവർത്തിക്കാമോ അതെല്ലാം അവൻ പ്രവർത്തിക്കും. കാരണം അവൻ്റെ കാലം തീരാറായി എന്ന് അവനറിയാം. കർത്താവിൻ്റെ വരവ് ആസന്നമായി. അതുകൊണ്ട് അവൻ ഒരുപാട് ശക്തിയോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ റോള് വരുന്നത്. പാപം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയാൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നും പിന്നെ കേൾക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ അത്രയും ട്യൂണ്ടും സെൻസിറ്റീവ് ആയിരിക്കണം. എന്തിനാണ്? ദൈവവചനത്തിനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും നമ്മൾ സെൻസിബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് 2-3 കാര്യങ്ങൾ നമ്മൾ കേൾക്കും. ഒന്ന്, നമ്മൾ തന്നെ നമ്മളോട് പറയുന്നത് കേൾക്കും. 2, ദൈവം നമ്മളോട് പറയുന്നത് കേൾക്കും. 3, പിശാച് പറയുന്നത് നമ്മൾ കേൾക്കും. ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവം പറയുന്നതാണോ, പിശാച് പറയുന്നതാണോ, ഞാൻ പറയുന്നതാണോ എന്നെങ്ങനെ തിരിച്ചറിയും? അത് നമ്മൾ അത്രയും സെൻസിറ്റീവായിട്ട് ദൈവവചനത്തിനും ദൈവത്തിനും സെൻസിറ്റീവായെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മ പറയുന്നത് കേൾക്കാൻ പറ്റൂ. ദിവസം ഞാൻ കേൾക്കുന്ന പൈശാചിൻ്റെ കാര്യവും പിശാചിൻ്റെ കാര്യവും എവിടെയൊക്കെ പെർവേർഷൻ ഉണ്ടോ അതും കേട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ചർച്ചകളും ബാക്കിയുള്ള കാര്യങ്ങൾ TV-യും കാണുന്ന സൈറ്റിലെല്ലാം പോയി ബ്രൗസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ ഞാൻ പിന്നെ പിശാചിൻ്റെ കാര്യം ഒന്നായിരിക്കും ചിലപ്പം കേൾക്കുന്നത്. പിശാച് പറയുന്നതൊക്കെ ശരിയാണെന്ന് കേട്ട് ചിലപ്പോൾ അങ്ങോട്ടങ്ങ് പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രമാണവും മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാനായിട്ട് മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ 10 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തിൽ വളരുന്നതും പരിശുദ്ധാത്മാവിൻ്റെ കാര്യമൊക്കെ. അത് എപ്പിസോഡ് 54 മുതൽ 70 വരെയുള്ള എപ്പിസോഡുകളിൽ ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടും. അത് പ്രധാനമായിട്ട് എന്താണ് ചെയ്യുന്നത്? ഒന്ന്, പാപബോധം വരുത്തും. രണ്ടാമത്, സത്യത്തിലേക്ക് നമ്മളെ നടത്തും. നമുക്ക് ടീച്ചറിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. വീണ്ടും നമ്മളെ ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. നമ്മളല്ല, വീണ്ടും ജനനം കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കും, നമ്മുടെ ഉള്ളിൽ വസിക്കും. പരിശുദ്ധാത്മാവ് അധിവസിക്കുക മാത്രമല്ല, നമ്മളെ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ചില പ്രവൃത്തികൾക്ക് വേണ്ടി, മിഷന് വേണ്ടി നമ്മളെ അഭിഷേകം ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാ ശക്തി. അത് നമ്മുടെ ദൈവം നമുക്കിപ്പോൾ തന്നിരിക്കുകയാണ്. ആദ്യമകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. ആദ്യം ഇടയ്ക്കൊക്കെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളിൽ വന്നിട്ട് ചില അഭിഷേകം നടത്തി അവരെ ചില കാര്യങ്ങൾ ചെയ്യിക്കുകയായിരുന്നു. എന്നാൽ എന്ന് വെച്ചാൽ മാളിക മുറിയിലിരുന്ന് അവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതിന് ശേഷം അതിൻ്റെ പെർമനൻസി എന്നുണ്ട്. എന്ന് വെച്ചാൽ അത് മാറാതെ വിശ്വാസികളുടെ കൂടെ ഉണ്ട്. നമ്മൾ വസിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ പെർമനൻസി ഉള്ളതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളുകൂടെ ഇരിക്കുകയാണ്. അത് ഈ പാപം ചെയ്യുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഓടുകയല്ല ചെയ്യുന്നത്. പാപം ചെയ്യുമ്പോഴേ പരിശുദ്ധാത്മാവ് ഗ്രീവ് ചെയ്യാണ് ആവുന്നത്. അതിൽ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ മുന്നോട്ട് നടത്തേണ്ടത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇനിയും നമ്മൾ തുടർന്ന് സംസാരിക്കുന്നത് ദ പവർ ഓഫ് സാൽവേഷൻ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ രക്ഷമുഖാന്തരമുള്ള ശക്തി, അതിനെക്കുറിച്ചും ആണ് നമ്മൾ തുടർമാനമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഒരു രക്ഷയിൽ കൂടി നമുക്കൊരു ശക്തി വരികയാണ്. രക്ഷയിൽ കൂടിയാണല്ലോ, പരിശുദ്ധാത്മാവാണ് രക്ഷ ഇനിഷ്യേറ്റ് ചെയ്യുന്ന, രക്ഷ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവാണ്. എന്നാൽ അതിൻ്റെ ഒരു ശക്തി നമ്മൾ വ്യാപരിക്കണം. 1 കൊരിന്ത്യർ 1:18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആവുന്നു. ക്രൂശിൻ്റെ വചനം എന്ന് പറഞ്ഞിട്ടാണ് ദ പ്രീച്ചിങ് ഓഫ് ക്രോസ് ഈസ് ടു ദം ദാറ്റ് പെരിഷ് ഫൂളിഷ്നെസ്, ഫോർ അൺടു us which are saved it is the power of God. അപ്പോഴേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്ന് വെച്ചാൽ നമുക്ക് ദൈവശക്തിയാണ് എന്താണ്? ക്രൂശിൻ്റെ വചനം. ഇവിടെ ക്രൂശിനെ കാണിക്കുക. നമ്മൾ ക്രൂശ് എന്നൊക്കെ പറയുമ്പം പലപ്പോഴും മാലയുടെ അറ്റത്ത് കിടക്കുന്ന ക്രൂശും പള്ളിയുടെ മേളിലിരിക്കുന്ന ക്രൂശും ഒക്കെയാണ് നമ്മുടെ ഓർമ്മ വരുന്നത്. മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തിലെ കൽപ്പനകൾ, പഴയ നിയമത്തിലെ
യേശുവിനെ കുറിച്ച് പറഞ്ഞ പ്രോഫസി, യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ശാപങ്ങളെ മാറ്റിയ ദൈവം, അത് നമുക്ക് ഒരു പവറായിട്ട് വരികയാണ് കുരിശ്. നമ്മളെ ഈ ഡ്രാക്കുള നോവലിലൊക്കെ കുരിശും കൊണ്ട് ഇങ്ങനെ പിശാചിനെ ഓടിക്കുന്ന കഥകളൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ വായിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ശക്തിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതൊരു കഥയും കാര്യങ്ങളുമൊക്കെയാണ്. എന്നാൽ ക്രൂശിനൊരു ശക്തിയുണ്ട്. ദ പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തം, ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, അത് ദൈവശക്തിയാണ്. അത് ആർക്കാണ് ദൈവശക്തി? രക്ഷിക്കപ്പെടുന്നവർക്ക്. എല്ലാവർക്കും അത് ദൈവശക്തിയല്ല, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ്. അതുകൊണ്ട് രക്ഷയ്ക്കൊരു ശക്തിയുണ്ട്, ദ പവർ ഓഫ് സാൽവേഷൻ. ആ പവർ ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് അതിൽ ആവസിക്കുകയാണ്. പഴയ നിയമത്തിലൊരു ശക്തിയുണ്ട്, അത് വായിക്കാം. 62-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് 62-ാം സങ്കീർത്തനത്തിൽ തുടങ്ങുന്നത് എങ്ങനെ? എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്ന എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ദാവീദ് പറയുന്നു ദാവീദിൻ്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. അതിനകത്ത് ഇനി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഈ 62-ാം സങ്കീർത്തനം വേറെ മെസ്സേജായിട്ട് വരുന്നുള്ള അന്നേരം നമുക്കൊക്കെ ചിന്തിക്കാം. അതിനകത്ത് 11-ാം വാക്യത്തിൽ ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. സോ ദ പവർ ബിലോങ് ടു ഗോഡ്. ദൈവത്തിനുള്ളതാണ് ശക്തി. പവർ ബിലോങ്സ് ടു ഗോഡ്. ഈ ദൈവത്തിൽ നിന്നുള്ള ശക്തിയെ മനുഷ്യനിൽ നിന്ന് ആ ശക്തിയെ മാറ്റുന്നത് പാപമാണ് മനുഷ്യനിൽ നിന്ന് ആ ശക്തിയെ മാറ്റുന്നത്. സോ ദ പവർ ഓഫ് സാൽവേഷൻ ഈസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നാണ് ഈ ശക്തി നമുക്ക് കിട്ടുന്നത്. നമുക്ക് തുടർമാനമായിട്ട് ഇത് ചിന്തിക്കുമ്പോൾ ഈ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള ശക്തി ഏത് രീതിയിൽ നമ്മൾ പ്രാപിക്കും? ആ ദൈവത്തിനുള്ള ശക്തി പ്രാപിച്ചാണ് നമ്മൾ ഡെലിവറൻസിലേക്ക് വരുന്നത്. അത് ഈ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളെ വിടുവിക്കുന്നത്. അല്ല നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് വിടുവിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ശക്തി കുറച്ച് മൈറ്റ് നമുക്ക് കാണിക്കാമെന്നുള്ളതല്ലാതെ മാനസികമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഈ പാപങ്ങൾ, ഈ രോഗങ്ങൾ, ഈ ശാപങ്ങൾ, ഇതിൽ നിന്നും നമ്മളെ മാറ്റാനായിട്ട് നമ്മുടെ ഒരു ശക്തിക്കും പറ്റത്തില്ല. There are finished work in the Calvary. കാൽവറിയിൽ തീർത്ത ആ ഫിനിഷ്ഡ് വർക്ക്, അതിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ, ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, അതിനെക്കുറിച്ചും കുറേ പറയാനായിട്ടുണ്ട്. അത് നമുക്ക് തുടർമാനമായി ചിന്തിക്കാം. ദ പവർ ബൈ ദ സാൽവേഷൻ, രക്ഷയുടെ ശക്തിയാൽ നമ്മൾ ഈ പ്രതിബന്ധങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മളെ മുറുകെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലാ ബൈൻഡിങ് ഫോഴ്സസിനെയും നമുക്ക് പൊട്ടിച്ച് നമുക്കൊരു വിടുതൽ, ഒരു ഡെലിവറൻസ് ദൈവം തരും. ഇന്ന് എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. ഡെലിവറൻസ് സബ്ജക്റ്റിലെ ടൂൾസിലേക്കും അതിൻ്റെ ശക്തിയിലേക്കും നമ്മൾ കയറുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ദ പവർ ഓഫ് സാൽവേഷൻ. ആ പവർ ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കാനായിട്ടുള്ള ശക്തിയാണത്. വിശ്വാസം വർദ്ധിക്കാനുള്ള ശക്തിയാണ് ദ പവർ ഓഫ് സാൽവേഷൻ. അത് ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കാനായിട്ട്, ഇനി തുടർന്ന് പോകാനായിട്ടുള്ള ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. നിങ്ങളത് വാച്ച് ചെയ്യണം. ഞാൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നത് ചിലപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിലെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തെങ്കിൽ ആ സമയത്ത് തന്നെ അതിനകത്ത് ആ കമൻറ്റ് ബോക്സിൽ ആമീന്നോ ഒരു തംസപ്പോ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണം. കാരണം അത് നിങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളൊരു തെളിവാണ്. നിങ്ങളത് ഏറ്റെടുത്തു എന്നുള്ള തെളിവ്. കാരണം വേറെ ഒന്നും അടിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു തംസപ്പെങ്കിലും ഒന്ന് ഇട്ടാൽ അത് നിങ്ങളത് ഏറ്റെടുത്തു, യെസ് ആ പവർ എൻ്റെയും പവറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ഒരു ലൈക്കോ ഒരു തംസപ്പോ എല്ലാം ഇടുക. വേറെ ഒന്നുമല്ല, ദാറ്റ് ഈസ് ഐ ഹാവ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഞാനത് ചിന്തിക്കും. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ചിന്തിച്ചത് ഞങ്ങളുടെ സാൽവേഷൻ കർത്താവെ ആ വിശുദ്ധീകരണ സ്റ്റേജിൽ കൂടി കടന്നു വരുമ്പോഴേ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പാപത്തിൻ്റേതായിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. കർത്താവെ, പലപ്പോഴും പിശാച് പല കാര്യങ്ങൾ ഞങ്ങളുടെ പഴയ പാപങ്ങളെ കുത്തിയിളക്കി
കർത്താവെ ഞങ്ങളെ ആ പാപം ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവമേ, അതിൽ നിന്നൊക്കെ ഈ ദിവസങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും കർത്താവെ അത് വിടുവിക്കപ്പെടുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ രക്ഷ പ്രാപിച്ചു എന്നുള്ള കോൺഫിഡൻസ്, ദ പവർ ഓഫ് സാൽവേഷൻ, കർത്താവെ ആ വിശ്വാസം ഈ ദിവസങ്ങൾ ഞങ്ങൾ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണെന്ന് നിൻ്റെ വചനത്തിലുണ്ട്. ഞങ്ങൾ വിശ്വാസം കൂടുവാനായിട്ട് കർത്താവെ ഈ ദിവസങ്ങൾ വിശ്വാസം ഞങ്ങളെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ ചില മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ ഇരിക്കുന്ന ചില ആളുകൾ ഇത് കണ്ട് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പൂർണ്ണ വിടുതൽ കർത്താവെ അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് കരുതിക്കൊള്ളും. ദൈവം അതിനൊരു ഒരു മറുപടി, അല്ലെങ്കിൽ അത് മാറിപ്പോയാൽ വേറെ ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പേടിച്ചിരിക്കുന്ന നിങ്ങൾ, ദൈവം അത് മാറ്റിക്കളഞ്ഞ് അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കും. നിങ്ങൾക്ക് വേറൊരു റീപ്ലേസ്മെൻറ്റ് അതുമായിട്ട് ദൈവം തരുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലിരിക്കുന്ന ചില ആളുകൾ ഇത് കാണുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ ഈ ദിവസങ്ങളിൽ ദൈവം തരും. നിങ്ങൾ ഡോണറെ ഒന്നും നോക്കേണ്ട, ഡയാലിസിസ് നടത്താതെ ദൈവം ഒരു പൂർണ്ണ വിടുതൽ നിങ്ങൾ ആ അവയവത്തിലോട്ടൊന്ന് കൈവച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ വലങ്കയെ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കുക, ഞങ്ങൾ ഏറ്റെടുക്കുന്നു പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നിങ്ങൾ കൽപ്പിച്ചു തരണമേ. നിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, വിശ്വാസം വ്യാപരിക്കട്ടെ, രക്ഷയുടെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ, എന്നെ ഡെലിവറി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൽ നിന്ന് അകറ്റി നിൽക്കുന്ന പാപത്തിൻ്റെ അവസ്ഥകളൊന്നും, ഏറ്റുപറയപ്പെടാത്ത പാപങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നിൻ്റെ കൃപയിലെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തുടർമാനമായി കാണുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.